നസ്ലിനെ നമ്മൾ ഇതുവരെ കാണാത്തൊരു ഷെയ്ഡിലാണ് കണ്ടിട്ടുള്ളത്. സ്ഥിരം നമ്മളൊരു കോളേജ് പയ്യൻ നമ്മളെ ചളിയടിച്ച് നമ്മളെ രസിപ്പിക്കുന്ന ഒരു പയ്യനിൽ നിന്ന് കുറച്ചുകൂടി മെച്യൂർഡ് ആയിട്ടുള്ള അടിപൊളി ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പൊളിറ്റിക്സ് മാത്രമല്ല, നമുക്കൊരാളെ എത്ര കഴിവുണ്ടായിട്ടും കാര്യമില്ല. അപ്പം നമ്മൾക്കൊരു ലക്ക് ഉണ്ടാവണം, നമുക്കൊപ്പം നിൽക്കുന്ന ആൾക്കാർ നമ്മളോടൊപ്പം നന്നായിട്ട് നിൽക്കണം. എങ്കിൽ മാത്രമേ അതൊരു സിനിമയാവുകയുള്ളൂ. പടത്തിൽ നെസ്ലിൻ്റെ പെർഫോമൻസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ ഡയറക്ടർ അഭിനവ് സാറിൻ്റെ ഡയറക്ഷൻ അടിപൊളിയാണ്. നമ്മൾ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് കണ്ടതിൻ്റെ അതേ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഇമോഷൻ തന്നെയാണ് ഈ സിനിമയും ക്യാരി ചെയ്യുന്നത്. പക്ഷേ ഇത് കുറച്ചുകൂടെ വലിയ സ്കെയിലും വേറെ നമുക്ക് കുറച്ചുകൂടെ അറിയുന്ന ഒരു ഇൻഡസ്ട്രിയിലേക്കും കൂടെ വന്നതുകൊണ്ട് തന്നെ വളരെ ഇമ്പാക്ട്ഫുള്ളായിട്ട് തോന്നി. അത് നല്ലൊരു സിനിമ, അതായത് സിനിമക്കുള്ളിലെ സിനിമയിൽ നടക്കുന്ന സംഭവ കാര്യങ്ങളൊക്കെ ഇതിൽ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നസ്ലിനെ നമ്മൾ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം നസ്ലിൻ്റെ പ്രായത്തിനെക്കാട്ടും നല്ല പക്വതയാർന്നൊരു ക്യാരക്ടർ റോൾ കൊടുത്തിട്ടുണ്ട്. ഒരു തരത്തിലും മടുപ്പിക്കാതെ നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള മേക്കിംഗ് മാത്രം നല്ല സ്ക്രീൻ പ്ലേ, നല്ല അടിപൊളി പെർഫോമൻസ്, മൊത്തത്തിൽ നല്ല എൻ്റർടൈനാണ്. 2 മണിക്കൂർ 48 മിനിറ്റ് ഉണ്ട്. ഒരു തരം ലാഗില്ലാതെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. കിടിലൊരു എൻ്റർടൈനറായിട്ട് തോന്നി. അടിപൊളി. നസ്ലിനെ നമ്മൾ ഇതുവരെ കാണാത്തൊരു ഷെയ്ഡിലാണ് കണ്ടിട്ടുള്ളത്. സ്ഥിരം നമ്മളൊരു കോളേജ് പയ്യൻ നമ്മളെ ചളിയടിച്ച് നമ്മളെ രസിപ്പിക്കുന്ന ഒരു പയ്യനിൽ നിന്ന് കുറച്ചുകൂടി മെച്യൂർഡ് ആയിട്ടുള്ള നല്ല അടിപൊളി ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് കൊണ്ട് നസ്ലിനെ നല്ല പീക്കായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. അതെ, നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏതെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൽ സിനിമേനെ വളരെ ഗ്ലോറിഫൈ ചെയ്ത് കാണിച്ചിട്ടുള്ളത്, വളരെ ചീസി ആയിട്ട് മാത്രം കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ റിയൽ ലൈഫിൽ ഒരാൾ സിനിമ എടുക്കാൻ പോകുമ്പോൾ എന്തൊക്കെ നേരിടേണ്ടി വരും അതിൽ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പരമാവധി റിയലിസ്റ്റിക് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല പടം. നമ്മൾ സിനിമയ്ക്കുള്ളിലൊരു സിനിമ തന്നെ. നമ്മൾ പ്രേക്ഷകർക്ക് അറിയത്തില്ലാത്ത കുറേ കാര്യങ്ങൾ സിനിമയിലുണ്ട്. അപ്പോൾ ഒരാൾ എത്രമാത്രം സ്ട്രഗിൾ ചെയ്താണ് ഓരോ പൊസിഷനിലെത്തുന്നതെന്ന് ഈ സിനിമയ്ക്ക് നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. ആർട്ടിസ്റ്റുകളാണെങ്കിലും ഡയറക്ടറാണെങ്കിലും എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നസ്ലിൻ്റെ പെർഫോമൻസ് അടിപൊളി, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമ എങ്ങനെ വരുന്നു എന്നുള്ളതല്ല, ഒരു സ്ഥാനത്ത് ഒരാളെത്തണമെങ്കിൽ ഇപ്പോൾ ഡയറക്ടറാണെങ്കിലും അതിനുള്ളിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും എന്തുമാത്രം സ്ട്രഗിൾ ചെയ്യണം ആ ഒരു പൊസിഷനിലേക്ക് എത്താമെന്നുള്ളത് നമുക്കിത് ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാവും. അതിൻ്റെ ഒരു സ്റ്റോറിയാണ്. ഉണ്ട്. അപ്പോൾ പൊളിറ്റിക്സ് മാത്രമല്ല, നമുക്കൊരാളെ എത്ര കഴിവുണ്ടായിട്ടും കാര്യമില്ല. അപ്പോൾ നമ്മൾക്കൊരു ലക്ക് ഉണ്ടാവണം, നമുക്കൊപ്പം നിൽക്കുന്ന ആൾക്കാർ നമ്മളോടൊപ്പം നന്നായിട്ട് നിൽക്കണം. എങ്കിൽ മാത്രമേ അതൊരു സിനിമയാവുകയുള്ളൂ. അപ്പോൾ നസ്ലിൻ്റെ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് നന്നായിട്ട് കഴിവുണ്ട്. പുള്ളി ഒരു ഏറ്റവും ബെറ്ററായിട്ടൊരു സിനിമ എടുക്കണമെന്നുള്ളതാണ് പുള്ളിയുടെ ആഗ്രഹം. പക്ഷേ അതിനടുത്ത് പാര വെക്കുന്ന ആൾക്കാർ ഏത് സൈഡിൽ നിന്ന് അത് നമ്മളെ പ്രേക്ഷകർക്ക് കാണിച്ചു തരുവാണ് ഈ സ്റ്റോറി കൂടെ. എല്ലാവർക്കും കാണാൻ പറ്റും. സിനിമക്കുള്ളിൽ ഒരു സിനിമ, അതായത് നമ്മളെ സിനിമയായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും നല്ല എക്സ്പീരിയൻസ്. പടത്തിൽ നെസ്ലിൻ്റെ പെർഫോമൻസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ ഡയറക്ടർ അഭിനവ് സാറിൻ്റെ ഡയറക്ഷൻ അടിപൊളിയാണ്. അതെ, ഇത് വേറൊരു സാധനം, അടിപൊളിയാണ്. അതങ്ങനെ പറയാൻ ഒരാളുണ്ട് എന്നുള്ളതാണ് അഭിനവിൻ്റെ ഒരു പ്രത്യേകത. കാരണം എല്ലായിടത്തും ഗ്ലോറിഫൈ ചെയ്യുന്നവനും പിന്നെ എന്താ പറയുക, പുകഴ്ത്തി കാണിക്കുന്നവനും കൂടുതൽ സാധ്യതകൾ ഉണ്ടെങ്കിൽ കൂടി അദ്ദേഹം പക്ഷേ ആ ഒരു പാത്ത് പിന്തുടരാതെ വളരെ പച്ചയ്ക്ക് ആ സിനിമയ്ക്കകത്ത് നടക്കുന്ന പല ഉള്ളുകളികളും. അത് എനിക്കൊന്ന് സിനിമ മാത്രമല്ല, നിങ്ങൾ ഏത് വിഷയം എടുത്താലും ഏത് ജോലി സ്ഥലം എടുത്താലും ഈ ഒരു സംഭവം അവിടെ അപ്ലിക്കബിളാണ്. നിങ്ങൾ അവിടത്തേക്ക് ഈ ഒരു കഥ പറച്ചിൽ രീതി മാറ്റിക്കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് എല്ലാം നടക്കുന്നത്. അപ്പോൾ നമ്മൾ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് കണ്ടതിൻ്റെ അതേ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഇമോഷൻ തന്നെയാണ് ഈ സിനിമയും ക്യാരി ചെയ്യുന്നത്. പക്ഷേ ഇത് കുറച്ചുകൂടെ വലിയ സ്കെയിലും വേറെ നമുക്ക് കുറച്ചുകൂടെ അറിയുന്ന ഒരു ഇൻഡസ്ട്രിയിലേക്കും കൂടെ വന്നതുകൊണ്ട് തന്നെ വളരെ ഇമ്പാക്ട്ഫുള്ളായിട്ട് തോന്നി അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ. പിന്നെ നസ്ലിൻ്റെ പ്രകടനമൊക്കെ വളരെ മെച്യൂർഡായിട്ടുള്ള ഒരു പ്രകടനം. അദ്ദേഹത്തിൻ്റെ ഒരു കോളേജ് രീതിയിലുള്ള അങ്ങനെയുള്ള രസകരമായ ക്യാരക്ടർ ചേർന്നിട്ട് ഇത് വളരെ മെച്യൂർഡായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അതുപോലെ പോസ്റ്ററിൽ കാണാത്ത ഒരുപാട് നടന്മാർ എല്ലാവരും പെർഫോമൻസ് ടെക്നിക്കൽ സൈഡൊക്കെ ബ്രില്യൻ്റ് ആണെങ്കിൽ കൂടി ഇതിൽ എന്തായാലും എടുത്തു പറയേണ്ടത് കമൻറ്റബിൾ ആയിട്ടുള്ളത് അഭിനവിൻ്റെ ഈ ഡയറക്ഷൻ രീതി തന്നെയാണ്. അത് എല്ലാത്തിനും മുകളിൽ തന്നെ നിൽക്കുന്നു. നല്ലൊരു സിനിമ, അതായത് സിനിമക്കുള്ളിലെ സിനിമയിൽ നടക്കുന്ന സംഭവ കാര്യങ്ങളൊക്കെ ഇതിൽ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നസ്ലിനെ നമ്മൾ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം നസ്ലിൻ്റെ പ്രായത്തിനെക്കാട്ടും നല്ല പക്വതയാർന്നൊരു ക്യാരക്ടർ റോൾ കൊടുത്തിട്ടുണ്ട്. കാരണം നസ്ലിൻ്റെ നമ്മൾ കോമഡിയും ഇതൊന്നുമല്ല, നിഷ്കളങ്ക മുഖം എന്നൊക്കെ പറഞ്ഞ് കുട്ടിത്തുള്ള മുഖമൊന്നുമല്ല, നല്ലൊരു ക്യാരക്ടർ. കാരണം നസ്ലിൻ ഇനി ഇതിനേലും ഗംഭീരമായിട്ട് ചെയ്യാമെന്നുള്ള ഈ സിനിമയിലൂടെ കാണിച്ച് എന്തായാലും സിനിമക്കുള്ളിൽ സിനിമകൾ, അതായത് ഒരാൾ നിലനിൽക്കണം അല്ലെങ്കിൽ നിലനിൽക്കണ്ടേ എന്നൊക്കെ ആരോഗ്യമൊക്കെ തീരുമാനിക്കണം. അപ്പോൾ ഇത് തന്നെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. നമ്മളെ ചവിട്ടി താഴ്ത്താൻ വേറൊരുത്തും വരുന്നു.
അതായത് അയാളെ നിലനിർത്താൻ സമ്മതിക്കണില്ല എന്നുള്ളത് ഇതിൽ കാണിക്കുന്നുണ്ട്. ഏതായാലും നല്ല ക്യാരക്ടറാണ് നസ്രീന് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇതിൽ സംഗീതം ഷറഫുദ്ദീനൊക്കെ അവരുടേതായിട്ടുള്ള കാസ്റ്റിംഗ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിനീത് ശ്രീനിവാസൻ നല്ലൊരു പ്രൊഡ്യൂസറിൻ്റെ വേഷം. അല്ല വിനീത് ശ്രീനിവാസൻ്റെ ഇതിൽ വന്നു കഴിഞ്ഞ് ഇപ്പം കാരണം വിനീത് ശ്രീനിവാസൻ നല്ലൊരു റോളാണ് വിനീത് ശ്രീനിവാസന് കിട്ടിയേക്കുന്നത്. പിന്നെ എല്ലാവരും നല്ല വെച്ചാണ്. പിന്നെ നസ്രീനാണ് കൂടുതൽ നല്ല മാർക്ക് കൊടുക്കാൻ പറ്റുന്നത്. കാരണം നല്ലൊരു എന്താ പറയുക പക്വതയാർന്ന ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇനി നസ്രീന് ഇതേപോലുള്ള വേഷങ്ങൾ ചെയ്യാമെന്ന് തെളിയിക്കപ്പെട്ടു ഈ സിനിമയിൽ. ഡയറക്ടറിൻ്റെ നല്ലൊരു കാരണം ഡയറക്ടർ ഇത്രയും കാസ്റ്റിംഗ് ചെയ്യണമെങ്കിൽ അദ്ദേഹം ഒരുപാട് ഈ വർക്കൗട്ടായിട്ട് ചെയ്തിട്ടുള്ളത്. അതായത് നല്ല കാസ്റ്റിംഗ് ആണ്. കഥാപാത്രങ്ങളൊക്കെ അടിപൊളി. കാരണം ഓരോരുത്തർക്കും ചെറിയ റോളാണെങ്കിലും അവർ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. സിനിമക്കുള്ളിലെ സിനിമ ആയാലും തിയേറ്ററിൽ ഒന്ന് കാണുക. നിങ്ങൾക്ക് നമ്മുടെ സിനിമ മേഖലയിൽ നടക്കുന്ന പ്രതിസന്ധികളും കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. കാരണം എന്തിനാണ് സിനിമ ചിലവരെടുക്കുന്നത്, എന്തിനാണ് എടുക്കാതിരിക്കുന്നത് എന്നൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അതിലും നല്ലൊരു ചിത്രം. നസ്രീൻ്റെ ആയാലും കരിയറിൽ നല്ലൊരു മികച്ചൊരു കഥാപാത്രം കൊടുത്തിട്ടുണ്ട്. വിനീത് മാധവൻ അടിപൊളി.